ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഏഷ്യാ കപ്പിലെ എല്ലാ ടൂർണമെന്റിൽ നിന്നും ഇന്ത്യൻ ടീം പിന്മാറുന്നതായി അറിയിച്ചിരിക്കുകയാണ് BCCI. പുതിയ നീക്കത്തിന് പിന്നിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഉള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറും പാക് പ്രകോപനവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം വഷളാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് BCCIയുടെ ഈ പുതിയ തീരുമാനം എത്തുന്നത്. സംഘർഷങ്ങൾക്ക് പിന്നാലെ ക്രിക്കറ്റിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനാണ് ഇന്ത്യയുടെ പദ്ധതി. അതിനാൽ തന്നെ ഏഷ്യാ കപ്പിലെ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് കനത്ത തിരിച്ചടിയാണ്. അടുത്ത മാസം ശ്രീലങ്കയിൽ നടക്കാനിരിക്കുന്ന വനിതാ എമർജിംഗ് ടീംസ് ഏഷ്യാ കപ്പിൽ നിന്നും സെപ്റ്റംബറിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന പുരുഷ ഏഷ്യാ കപ്പിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനം BCCI ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെ അറിയിച്ചിട്ടുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ ACCയുടെ തലവൻ മുഹസിൻ നഖിയാണ്. അദ്ദേഹം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മാത്രമല്ല, പാകിസ്ഥാൻ സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രി കൂടിയാണ്. ഏഷ്യാ കപ്പിൽ നിന്നും ഇന്ത്യ പിന്മാറാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. ഒരു പാകിസ്ഥാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ കളിക്കേണ്ടെന്ന നിലപാടാണ് BCCI സ്വീകരിച്ചത്. രാജ്യത്തിന്റെ വികാരം കൂടി കണക്കിലെടുത്താണ് തീരുമാനം. വരാനിരിക്കുന്ന വനിതാ എമർജിംഗ് ടീംസ് ഏഷ്യാ കപ്പിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ACCയെ വാക്കാൽ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അവരുടെ പരിപാടികളുടെ ഞങ്ങളുടെ ഭാവി പങ്കാളിത്തവും നിർത്തിവച്ചിരിക്കുന്നു. ഇന്ത്യൻ സർക്കാരുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. BCCI വൃത്തങ്ങൾ ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു. ഇന്ത്യയുടെ നീക്കം ഏഷ്യാ കപ്പിലെ ഭാവിയെ തന്നെ അനിശ്ചിതത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വാസ്തവത്തിൽ ടീം ഇന്ത്യയുടെ സാന്നിധ്യമില്ലാതെ ടൂർണമെന്റ് സാധ്യമല്ലെന്നും ഇന്ത്യ പാകിസ്ഥാൻ മത്സരമില്ലാതെ ടൂർണമെന്റിന് യാതൊരു പ്രാധാന്യവുമില്ലെന്നും ഇന്ത്യൻ ബോർഡിന് അറിയാമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളുടെ മിക്ക സ്പോൺസർമാരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അതിനാൽ ഇന്ത്യയില്ലാതെ ഏഷ്യാ കപ്പ് ചിന്തിക്കാൻ പോലും ആകില്ല. 2024 സോണി പിക്ചേഴ്സ് നെറ്റ്വർക്ക്സ് ഇന്ത്യ ഏഷ്യാ കപ്പിന്റെ അടുത്ത 8 വർഷത്തേക്കുള്ള മീഡിയ അവകാശങ്ങൾക്കായി $170 മില്യൺ കരാർ നേടിയിരുന്നു. ടൂർണമെന്റ് റദ്ദാക്കിയാൽ സോണിക്ക് കരാർ പുനഃക്രമീകരിക്കേണ്ടി വരും. നിലവിൽ ICC, ACC ടൂർണമെന്റുകളിൽ മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടക്കുന്നത്. ഏഷ്യാ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതാദ്യമല്ല. 2023 ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ BCCI വിസമ്മതിച്ചിരുന്നു. അതുകൊണ്ട് അന്ന് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും നടത്താൻ നിഷ്പക്ഷ വേദി എന്ന നിലയിൽ ശ്രീലങ്കയെ തിരഞ്ഞെടുത്തു. ചാമ്പ്യൻ ട്രോഫി മത്സരങ്ങൾക്കും ഇതേ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. അന്ന് ഇന്ത്യൻ മത്സരങ്ങൾ ദുബായിൽ വെച്ചായിരുന്നു നടന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക മത്സരങ്ങൾ ഇനി എങ്ങനെയായിരിക്കുമെന്ന ചോദ്യം കായിക പ്രേമികൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് ബന്ധത്തിൽ വലിയ വിള്ളൽ സംഭവിച്ചിരുന്നു. 2012-13 കാലത്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അവസാന ഉഭയകക്ഷി പരമ്പര നടന്നത്. അതിനുശേഷം പിന്നീട് ICC ടൂർണമെന്റുകളിലും ഏഷ്യാ കപ്പിലും മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നത്. എന്നാൽ പ്രധാന ടൂർണമെന്റുകളിൽ പോലും പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. സുരക്ഷ തന്നെയായിരുന്നു അതിന് പിന്നിലെ പ്രധാന കാരണവും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.